ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് OTT അപ്ഡേറ്റുകളായിട്ടാണ്. അതായത് ഏപ്രിൽ മാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ OTT റിലീസ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏകദേശം 27ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. സോമു സൗണ്ട് എഞ്ചിനീയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബേബി ഗേൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മാർവലിൻ്റെ ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമ. ഈ സിനിമയും കഴിഞ്ഞ ആഴ്ചയാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ഓഡിയോ അവൈലബിൾ ആണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹിന്ദി മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സിനിമയാണ്. മേരെ ഹസ്ബൻഡ് കി ബീവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അർജുൻ കപൂർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു മലയാളം ത്രില്ലർ സീരീസ് ആണ്. ദ കൺഫെഷൻ ഓഫ് പോൾ ജോബ്സൺ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു മലയാളം ത്രില്ലർ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 എപ്പിസോഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ലോഗ് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്താണ് സിനിമ. C5ലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ട്രോമ എന്ന് പറഞ്ഞ സിനിമ. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, നമ്മുടെ മാർവലിൻ്റെ തന്നെ ഒരു സീരീസാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള സീരീസാണ്. ഡയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ സീരീസിൻ്റെ മുഴുവൻ എപ്പിസോഡും ഈ ഒരാഴ്ചയോടുകൂടി തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. 9 എപ്പിസോഡുകളാണ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷയിലടക്കം എല്ലാ മൾട്ടി ഓഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് വിരുന്ന് എന്ന് പറഞ്ഞ സിനിമ. അർജുനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മലയാളം മാക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പീറ്റർ പാൻസ് നെവർലാൻഡ് നൈറ്റ്മെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ് ദ വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞ സീരീസിൻ്റെ 3ാമത്തെ സീസണാണ്. 8 എപ്പിസോഡുകളായിട്ടുള്ള ഇപ്പോൾ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ശിവാംഗി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വരലക്ഷ്മി, ശരത് കുമാർ, ആനന്ദിയൊക്കെ പ്രധാന വേഷം കൈകാര്യം തമിഴ് മൂവിയാണ്. ആഹാ തമിഴിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. കോഫ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് എന്ന് പറഞ്ഞ സിനിമ. ദിലീഷ് പോത്രൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് കട്ടീസ് ഗ്യാങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഉണ്ണിലാലു, അൽതാഫ് സലീമും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മടപ്പള്ളി യുണൈറ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലും അതുപോലെ തന്നെ VOD OTT പ്ലാറ്റ്ഫോമിലായിട്ട് 2 ഓപ്ഷനിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ടുക്ക് എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. ആന്റണി വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ദാവീദ് എന്ന് പറഞ്ഞ സിനിമ. C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് ദ ലാസ്റ്റ് ഓഫ് അസ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ് ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് മഹാദേവ് കാ ഗോരഖ്പൂർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി ഭാഷയിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ദാസേട്ടൻ്റെ സൈക്കിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാളം മാക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ഹിന്ദി മൂവിയാണ് സിഞ്ചാർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കൊട്ട ബൊമ്മാലി PS എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. നായാട്ട് പറഞ്ഞ മലയാള സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ് അച്യുതൻ്റെ അവസാന ശ്വാസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ 2 ഓപ്ഷനിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ഈ സിനിമ. അടുത്തത് ഒരു
ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞ സിനിമ. ലിജോമോൾ ജോസഫ് പ്രധാന വേഷം കേകാച്ചി സിനിമയാണ്, തമിഴ് മൂവിയാണ്. ട്രെൻഡ്കോട്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് ഫാൻറ്റസി ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് യമകാതകി എന്ന് പറഞ്ഞ സിനിമ. ആഹാ തമിഴ് വഴിയാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച, അതായത് 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളുമായിട്ടുള്ളത്. 27ഓളം റിലീസുകളാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ, ഏതൊക്കെ സീരീസുകളും സിനിമകളാണ് നിങ്ങൾ കണ്ടത്, അതിനെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.